അത് കേട്ടു എന്നതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. ഇപ്പൊ ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും, പ്രവാസികളായ ആളുകൾ ഉണ്ടാകും. എവിടെയാ നാട് എന്ന് ചോദിച്ചാൽ ഒരു തമിഴ്നാട്ടുകാരനോട്, കർണാടകക്കാരനോട്, മഹാരാഷ്ട്രക്കാരനോട്, ഗുജറാത്തിയോട് ഗൾഫിൽ ചെന്നിട്ട് അറബി ചോദിക്കുകയാണ് എവിടെ നാട്, എന്താ പറയാ ഇന്ത്യ. പക്ഷെ ഒരു മലയാളിയോട് എവിടെയാണ് നാട് എന്ന് ചോദിച്ചാൽ കേരള എന്നാണ് ആദ്യം പറയാ. അറബികളായ സഹോദരന്മാര് തമാശയായിട്ട് ചോദിക്കാറുണ്ട്, എന്തേ ഈ കേരളം എന്ന് പറയുന്ന സ്ഥലം വേറൊരു രാജ്യമാണോ? വേറെ ഏത് സ്റ്റേറ്റുകാരോട് ചോദിച്ചാലും ഇന്ത്യ എന്നേ പറയുള്ളൂ. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് കേരള എന്ന് പറയുന്നത്? വള്ളത്തോളിന്റെ പഴയൊരു വരിയുണ്ട്, ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണ മന്ദരംഗം, കേരളമെന്നു കേട്ടാലോ തിളക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. സ്വാതന്ത്ര്യ സമരകാലത്തുള്ള ഒരു പാട്ടാണ്. പക്ഷെ ഇന്ന് കേരളം എന്നു കേട്ടാൽ സിരകളിൽ ആവേശത്തിന്റെ തിരയിളക്കമുണ്ടാകുന്ന സമൂഹമായി നമ്മുടെ അറബ് സമൂഹങ്ങളടക്കം മാറി. എന്തുകൊണ്ട്? ഇന്ത്യയിലെ ഈ കൊച്ചു സംസ്ഥാനം സ്വന്തമായ ഒരു രാജ്യം പോലെ ആദരിക്കപ്പെടുന്ന, ലോകത്തെവിടെയും നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാവുന്ന ഒരു നാടായി കേരളം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് മാറിയത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം മറ്റൊന്നല്ല, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇൽമിനെ സ്നേഹിക്കുന്നവരാകുന്നു നാം, ഇൽമിനെ വളർത്തിയെടുത്തവരാകുന്നു നാം. മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം മുതൽ, പള്ളികൾ സ്ഥാപിക്കുന്ന കാലം മുതൽ പള്ളികളിൽ ദർസുകൾ സ്ഥാപിക്കുന്ന പാരമ്പര്യമാണ് കേരളത്തിൻ്റെത്. തുഞ്ചത്തെഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്ന് സാധാരണ പറയാറുള്ളത്. ആ തുഞ്ചത്തെഴുത്തച്ഛനെ ഭാഷാ പിതാവായി മലയാളം കാണാനുള്ള കാരണം എന്താണ്? രാമന്റെയും സീതയുടെയും കഥ ഏറ്റവും മനോഹരമായ ഒരു ധർമ്മോപദേശം ചേർത്തുകൊണ്ട് ശുദ്ധമായ മലയാളത്തിൽ ആദ്യമായി അവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് കേവലം രാമന്റെയും സീതയുടെയും കഥ പറഞ്ഞു പോവുകയല്ല, അതിനകത്ത് വലിയ വലിയ ഉപദേശങ്ങളുണ്ട്. മാതാ പിതൃ ഭ്രാതൃ മിത്രാസഖികളെ ക്രോധം നിമിത്ത